ഫ്രണ്ട് വിടുവോ? ഫ്രണ്ട് കേരളം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഏറ്റവും വലിയ അടയാളമായി ഇന്ന് ലോകത്തെമ്പാടുമുള്ള മലയാളികളും ഈ രാജ്യത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും വയനാട്ടിലെയും പാലക്കാടിലെയും തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം അപകടകരമായ രീതിയിൽ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടവും കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി കേന്ദ്ര ഭരണത്തിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന BJP RSS കൂട്ടാളികളും തോളോട് തോളുകിമ്മി നിന്നുകൊണ്ട് ജനാധിപത്യ ശക്തികളെ നശിപ്പിക്കാനും മതേതര പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കി ഈ നാടിൻ്റെ ഏറ്റവും വലിയ മൂല്യമായി നാം വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഐക്യം ഇല്ലായ്മ ചെയ്യാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയേറെ മതപരമായ ഭ്രാന്തിളക്കിവിട്ട, ഇത്രയേറെ നമുക്കറിയാം വികാരപരമായി ആളുകളെ ഇളക്കിവിട്ടുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ ശ്രമിച്ച ചിത്രങ്ങളാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേദിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ സംസ്കാര സമ്പന്നരാണെന്നും രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നും ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാം വയനാട്ടിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 70% ഈ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ അടയാളമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ BJP വിജയിക്കുമെന്ന് ആവർത്തിച്ച് ദേശീയ BJP നേതാക്കളും സംസ്ഥാന നേതാക്കളും പ്രഖ്യാപിച്ച പാലക്കാട് BJPയെ തരിപ്പണമാക്കിക്കൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി വെന്നിക്കൊടി പാറിച്ചത്. യാതൊരു സംശയവും വേണ്ട, ചേലക്കരയിലും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ അവിടെയും UDFിന് കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. അതിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിലെ ജനങ്ങളോടുള്ള UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അഭിവാദ്യം ശ്രീ VS കുമാർ മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിൽ നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ വയനാടും അതുപോലെ തന്നെ പാലക്കാടും വലിയ വിജയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ വിജയമാണ് ഇന്നിവിടെ നമുക്കുണ്ടായിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി നാളെ മുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വർഗീയതയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുവാനുള്ള ശക്തി ആർജിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നും അവർ പാർലമെൻറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് നമ്മുടെ യുവാവായ രാഹുൽ മാങ്കൂട്ടം ചരിത്ര വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ കോൺഗ്രസിനെ കുറിച്ച്, സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും BJPയും CPMഉം BJPയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായി നിന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ പരസ്യമായി നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയതാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഈ വർഗീയതയ്ക്കെതിരായി വലിയ ശക്തമായ പോരാട്ടം നടത്തുവാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് നമ്മുടെ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ അവിടെ പാലക്കാടുള്ള ജനങ്ങളെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അഭിവാദ്യം ചെയ്യും. കാരണം ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസം ആ വർഗീയതയുമായി കൂട്ടിച്ചേർത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ നിൽക്കുന്ന ഈ സമീപകാല രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. വലിയ വിവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMഉം BJPയും സംയുക്തമായി ചേർന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കിയത്. വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? വിവാദങ്ങൾ ഉണ്ടാക്കിയത് പിണറായി വിജയൻ ഭരണത്തിന്റെ ആ ജനവിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിലേക്ക് വേണ്ടി.
പക്ഷെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഈ വൻപിച്ച വിജയം കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. ചേലക്കരയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ലഭ്യമാക്കിക്കൊണ്ട് തീർച്ചയായും 10,000-ഓളം വോട്ടുകൾ കൂടുതലായി ലഭ്യമായിക്കൊണ്ട് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനങ്ങളുടെ താക്കീതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ വിജയമാണ് നമുക്കുള്ളത്. ആ ജനതയെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിൽ നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് കോൺഗ്രസിനെയും പ്രിയങ്ക ഗാന്ധിയും എതിർത്തത് CPM-ഉം BJP-യുമാണ്. ആ 2 പേരെയും കറപറ്റിച്ചുകൊണ്ട് 70% വോട്ട് നേടിക്കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. പാലക്കാട് ചരിത്ര വിജയം കൂടെ സൂചിപ്പിച്ചതുപോലെ LDF അവകാശപ്പെടുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. ആ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ടാണ് 40,000 വോട്ടിന് ജയിച്ച ചേലക്കരയിൽ 28,000 വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ട് വെറും 12,000 വോട്ടുകൾക്ക് മാത്രമാണ് ജയിക്കേണ്ടി വന്നത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിർത്തിയെന്ന് ബോധ്യപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പിന് ശക്തി വരുവാൻ ഒത്തുചേർന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പാലക്കാടും ഒക്കെ പോയി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിജയം കേരളത്തിലെ ഒരു മാറ്റത്തിൻ്റെ വിജയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ ചെയ്തു കൂട്ടി പിണറായി വിജയനും BJP-ക്കാരും. അവരുടെ ആവനാഴിയിലെ സകല അസ്ത്രവും എടുത്ത് പ്രയോഗിച്ചിട്ടും ദയനീയമായി പരാജയപ്പെടേണ്ടി വരുന്നു. വരുന്ന കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി വിജയൻ്റെയും മരണമണിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മുഴക്കപ്പെടുന്നത്. ഇത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പല്ലായിരുന്നു, ഇന്ത്യ മുഴുവൻ വീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി പേടിക്കുന്ന ഏകമുഖം ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിൽ, ഇതാ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട മകൾ പ്രിയങ്ക ഗാന്ധി ലോകസഭയും ഇന്ത്യൻ പാർലമെന്റിനെയും മോഡിയെയും പഠിപ്പിക്കാൻ ഇതാ പാർലമെന്റിലേക്ക് പോവുകയാണ്. ആ വിജയം തിരുവനന്തപുരത്ത് സംഘടിതമായി പോയ പ്രവർത്തകന്മാർക്കും ഉള്ള അഭിമാനവും പിന്തുണയുമാണ്. എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം. ജയ്.